കഴിഞ്ഞ വർഷം ഏതാണ്ട് 52 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേർന്നതാണ് പൊതുവായിട്ടുള്ള കണക്ക്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവസം 70,000 വെർച്വൽ ക്യൂ നമ്മളിപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി വരുന്ന ഒരു ഭക്തനെയും തിരിച്ചയക്കാതെ അവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. സന്നിധാനത്തിൽ 54 പേർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് തുറന്നു. പമ്പയിൽ ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തൽ 3,000-ഓളം ആൾക്ക് വിരിവയ്ക്കാൻ കഴിയുന്നതുകൊണ്ട്, അതേപോലെ തന്നെ നിലയ്ക്കൽ 17,000 സ്ക്വയർ ഫീറ്റിൽ 2,500 പേർക്ക് വിരിവയ്ക്കാൻ കഴിയുന്നൊരു പന്തലുണ്ടാക്കി. കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ നല്ല ഇതായിട്ടുണ്ട്, ഇപ്പോൾ സൗകര്യമുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമേ പൊളിഞ്ഞ് കിടക്കുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ സർക്കാർ അങ്ങ് റെഡിയാക്കും. നമ്മുടെ ഈ സ്വാമി ആപ്പ് യൂസ് ചെയ്തിരുന്നു, പുതിയൊരു അതെ, ആപ്പ് കുഴപ്പമില്ല, നല്ലതാണ്. ഞങ്ങൾ 15 പേര് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. അത് നല്ലൊരു സൗകര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ടായില്ല. എല്ലാ ഇൻഫർമേഷനും ഇല്ല. നല്ല ഇത് തന്നെയാ വന്ന് എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പൊതുവെ തവണ? നല്ലതാണ്. ബുക്ക് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? ബുക്ക് ചെയ്തിട്ട്. కానీ ఈ గవర్నమెంట్ ఇంకా చూసుకోవాలి. ఇప్పుడు మన టీటీడీ తిరుపతి దేవస్థానంలో ఏ విధంగా ఫెసిలిటీస్ ఉన్నాయో అదేవిధంగా గవర్నమెంట్ ఇంకా పుషప్ చేయాలి. ఎందుకంటే ఒక 80% అన్న ఫెసిలిటీస్ ఉండాలా, కనీసం 30% ఉన్నది. ఇప్పుడు నెక్స్ట్ భక్తులు చాలా వస్తారు, రద్దీగా వస్తారు. నేను హిందూ సమాజానికి ఏం చెప్పాలనుకుంటున్నా అంటే, మీరు ఏం చేస్తారో తెలియదు. ఎన్నో ఫండ్స్ వస్తాయి, ఎన్నో ఫండ్స్ ఎక్కడి నుంచి ఈ సర్కిల్ ఎక్కడైతే ఉన్నదో అక్కడ బాత్రూమ్స్ కానీ అకామిడేషన్ కానీ ఫెసిలిటీస్ చేయండి. ఇప్పుడు ఇక్కడ బ్యాక్ సైడ్ ఒక షెడ్ ఉన్నది, ఇట్లా కనీసం ఒక 30 షెడ్లు ఉండాలా. நாங்கள் இதோட 16 வருஷமா வரோம். பரவாயில்ல, ஒன்றும் பிரச்சனை இல்லை. எப்படி இருக்கு ஃபெசிலிட்டி? லாஸ்ட் வருஷத்தோட கம்பேர் பண்ணும்போது எப்படி இருக்கு? பரவாயில்ல, அப்போ அதை விட இப்போ பரவாயில்ல, நல்லா நார்மலாக இருக்கு. yagu ni ka utang sula yagu patah na di memang